അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ച് പണം സമ്പാദിച്ചു എന്നുള്ള പരാതിയിൽ നടി ശ്വേതാ മേനോനെതിരെ കേസെടുത്തിരിക്കുന്നു കൊച്ചി സെൻട്രൽ പോലീസ്. പൊതുപ്രവർത്തകനായ മാർട്ടിൻ മേനാച്ചേരിയുടെ പരാതിയിലാണ് ഈ കേസ്. IT നിയമത്തിലെ 67A പ്രകാരവും ഇമ്മോറൽ ട്രാഫിക് നിരോധന നിയമപ്രകാരവുമാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. ചിത്രമായൊരു FIR കോടതി നിർദ്ദേശപ്രകാരം എറണാകുളം സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്തു എന്ന് തന്നെ വേണം പറയാൻ. നടി ശ്വേതാ മേനോനെതിരെ പോലീസ് എടുത്തിരിക്കുന്ന കേസുകൾ ഒന്ന് ഇമ്മോറൽ ട്രാഫിക്കിന് നിരോധന നിയമപ്രകാരവും 2 IT വകുപ്പുകൾ പ്രകാരവുമാണ്. ഇതിൽ പറയുന്നത് പൊതുപ്രവർത്തകനായ മാർട്ടിൻ മേനാച്ചേരിയാണ് പരാതിക്കാരൻ. മാർട്ടിൻ മേനാച്ചേരി നേരത്തെ ശ്വേതാ മേനോൻ അഭിനയിച്ച ചിത്രങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി ആ ചിത്രങ്ങളിലൊക്കെ പൂർണ്ണമായും അശ്ലീല രംഗങ്ങളാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയത്. അത് ശ്വേതാ മേനോന്റെ ചിത്രങ്ങളായിട്ട് ഉദാഹരണം പറയുന്നത് ഇപ്പോൾ സെൻസർ ചെയ്ത് പുറത്തിറങ്ങി നമ്മളെല്ലാവരും കണ്ട സിനിമകളായ പാലേരി മാണിക്യം, രതി നിർവേദം, ഒപ്പം ശ്വേതാ മേനോൻ ഒരു ഗർഭനിരോധന ഉറയുടെ പരസ്യത്തിൽ അഭിനയിച്ചതിന്റെ ഒരു ചിത്രം തുടങ്ങി, ഒപ്പം ശ്വേതാ മേനോന്റെ കളിമണ്ണ് എന്ന പ്രസവം ചിത്രീകരിച്ച ചിത്രം, ഇങ്ങനെ പുറത്തിറങ്ങി ഇപ്പോഴും പൊതുമധ്യത്തിലുള്ള സെൻസർ ചെയ്ത് കാണിക്കുന്ന സിനിമകളുടെയൊക്കെ പേര് പറഞ്ഞ അതിന്റെയൊക്കെ ലിസ്റ്റ് ഇതിൽ ശ്വേതാ മേനോൻ വളരെ വൾഗറായിട്ടാണ് അഭിനയിച്ചത്. നമസ്കാരം. ശ്വേതാ മേനോനെതിരെ ചുമത്തിയിരിക്കുന്ന കേസ്, അതായത് പോലീസ് എടുത്തിരിക്കുന്ന കേസുകൾ അത്ര നിസ്സാര കേസൊന്നുമല്ല. നഗ്നതാ പ്രദർശനവും അതോടൊപ്പം തന്നെ അനാശാസ്യം പോലുള്ള കാര്യങ്ങളിൽ പിടിക്കപ്പെടുന്ന സമയത്ത് ചുമത്തുന്ന IT വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. അതും കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തില് പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. ബാക്കി വാർത്തയും കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. ആ ചിത്രം ഇപ്പോ സമൂഹ മാധ്യമങ്ങളിലും ഒപ്പം അശ്ലീല സൈറ്റുകളിലും ഒക്കെ പ്രചരിക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പരാതി കൊടുത്തിരിക്കുകയായിരുന്നു പോലീസിൽ. പോലീസ് ഇയാളുടെ പരാതി പരമാവധി അവഗണിച്ചു. ഒടുവിൽ ഇയാൾ എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പോവുകയും അവിടെ നിന്ന് കോടതി നിർദ്ദേശപ്രകാരം ഇപ്പോ ശ്വേതാ മേനോനെതിരെ ഈ പറഞ്ഞ വകുപ്പുകൾ പ്രകാരം എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. എങ്ങനെയാണ് കേസിലേക്ക് വന്നതെന്ന് അറിയില്ല. ഇപ്പോൾ ശ്വേതാ മേനോൻ ഈ സിനിമയിൽ അമ്മ പ്രസിഡന്റായി മത്സരിക്കുന്ന സമയമാണ്. വളരെ ദുരൂഹത ഉണ്ട് ഈ സമയത്ത് ഈ കേസും ഇതൊക്കെ പുറത്തു വന്നതിൽ. ഇത്ര കാലം പരാതി ഉണ്ടായിട്ടും ഇപ്പോഴാണ് അതിൽ കേസ് പോലീസ് എടുത്തത്. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ ഒരു പരാതിയൊക്കെ കിട്ടിയാൽ പോലീസ് കോടതിയൊക്കെ ഇത്തരത്തിലുള്ള ഒരു നടപടിയാണോ എടുക്കുക എന്ന് കൂടി ആലോചിക്കേണ്ടതുണ്ട്. കാരണം ഇതൊന്നും അങ്ങനെ ഒരു അശ്ലീലമായിട്ട് ചിത്രീകരിച്ചതോ അത് അങ്ങനെ പ്രചരിപ്പിച്ചതോ അല്ല. എല്ലാവരും കണ്ട സിനിമയാണ്, ഇപ്പോഴും ഉള്ള സിനിമകളാണ്. ശ്വേതാ മേനോൻ അതിനെക്കുറിച്ച് തുറന്ന് സംസാരിച്ചതാണ്. സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുമായി പുറത്തു വന്ന സിനിമകളൊക്കെയാണ്. ശ്വേതാ മേനോനെതിരെ ഇത്തരത്തിലുള്ള ഒരു കേസ് വരുവാൻ അതിന്റെ പിന്നിൽ ഒരു പ്രത്യേക കാരണമുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് കേസ് എടുക്കും എന്നുള്ള കാര്യം ഇപ്പോഴാണ് ബോധ്യപ്പെട്ടത്. നമ്മൾ ഇതിനു മുന്നേ ഇത്തരത്തിലുള്ള ഒരു കേസോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ ആരും കേട്ടിട്ടില്ല. അപ്പോൾ ഈ നടികളൊക്കെ ഇത്തരത്തിലുള്ള റോളുകൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ചെറിയ നഗ്നതാ പ്രദർശനങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അത് സെൻസർ ബോർഡ് സെൻസർ ചെയ്തതിനു ശേഷമാണ് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇതിന്റെയൊക്കെ ക്ലിപ്പിംഗ്സ് ഒക്കെ ഇപ്പോഴും ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പരാതിക്കാരൻ ഇത്തരത്തിലുള്ള ഒരു കേസുമായിട്ട് ഇവർക്കെതിരെ പോലീസ് സ്റ്റേഷനുകളിൽ സമീപിച്ചുവെങ്കിലും പോലീസുകാർ ഇത് കേസെടുക്കാൻ വേണ്ടി തുനിഞ്ഞില്ല. അപ്പോഴാണ് ഇദ്ദേഹം കോടതിയെ സമീപിക്കുന്നതും കോടതിയാണ് കണ്ടെത്തുന്നത് ഇത്തരത്തിൽ കേസെടുക്കാനുള്ള വകുപ്പുകളൊക്കെ ഇതിനകത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം. അത് പൊതുജനത്തെ സംബന്ധിച്ച് പുതിയൊരു അറിവ് തന്നെയാണ്. അപ്പോൾ ഈ പൊതുപ്രവർത്തനം പറയുന്ന കാര്യം എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ശ്വേതാ മേനോനെതിരെ കൊടുത്തിരിക്കുന്ന ഒരു പരാതി എന്ന് പറയുന്നത്, ഞാൻ ആദ്യമേ തന്നെ പറയാം, ഞാൻ ഇവിടെ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നത് അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതുകൊണ്ടാണോ? ഒരിക്കലുമല്ല. ഞാൻ മാർച്ച് മാസം 3-ാം തീയതി ആണ് 17-ാം തീയതിയാണ് ഞാൻ സെൻട്രൽ സ്റ്റേഷനിൽ ഇവർക്കെതിരെ ഒരു പരാതി കൊടുത്തത്. അതിനുശേഷം ഞാൻ കമ്മീഷണർക്ക് പരാതി കൊടുത്തു. അപ്പോൾ അതിന്മേൽ നടപടി ഉണ്ടാകാത്തതുകൊണ്ടാണ് ഞാൻ ബഹുമാനപ്പെട്ട CJM കോടതിക്ക് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പരാതി നൽകിയത്. കോടതിയുടെ പ്രഥമ ദൃഷ്ട്യാ ഇതിനകത്ത് കഴമ്പുണ്ട് എന്ന് ബോധ്യമായതുകൊണ്ടാണല്ലോ കോടതി FIR ഇടാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മറ്റ് വിവാദങ്ങളൊന്നുമില്ല. അതായത് ഇത് ഇങ്ങനൊരു സംഭവം എൻ്റെ ശ്രദ്ധയപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഈ ബന്ധപ്പെട്ട ഈ നടിക്കെതിരെ ഞാൻ പരാതി കൊടുക്കാൻ കാരണം. നിയമ നടപടികൾ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഇത് പോലീസിൻ്റെ അന്വേഷണത്തിൽ വരേണ്ട കാര്യങ്ങളാണ്. അതായത് ഈ ശ്വേതാ മേനോൻ പോലുള്ള ആളുകൾ ഇപ്പം എന്നോട് വേറെ മാധ്യമ സുഹൃത്തുക്കളും ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതായത് ഇതിന് മുൻപ് അപ്പോൾ പുതിയ നിയമങ്ങൾ വരുവാണ്. അപ്പം ഇപ്പം നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ നിയമങ്ങൾ കുറേ ഓരോ ദിവസം അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ വെബ് സീരീസുകൾ ഒരുപാട് ബാൻ ചെയ്തു. അതുപോലെ തന്നെ IT ആക്ട് വളരെ സ്ട്രോങ് ആക്കി. അപ്പോൾ ഈ ശ്വേതാ മേനോൻ കൊടുത്തിരിക്കുന്ന ഒരു പരാതിയിൽ ഒരു ഓൺലൈൻ ഇൻ്റർവ്യൂവിൽ വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. അതായത് ഇനിയും ഞാൻ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഞാൻ ഇത്തരത്തിലുള്ള സെക്സ്വൽ എക്സ്പ്ലിറ്റ് ആയിട്ടുള്ള വീഡിയോസുകൾ ചെയ്യുമെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ അത് നിയമവിരുദ്ധം തന്നെയാണ്. കാരണം അവർ പണം കിട്ടിക്കഴിഞ്ഞാൽ സെക്സ്വൽ ആയിട്ടുള്ള എന്ത് ചെയ്യുമെന്ന് പറയുന്നത് തന്നെ നമ്മൾ ഇന്ത്യൻ ഭരണഘടന പ്രകാരം അല്ലെങ്കിൽ ഇന്ത്യൻ നിയമവ്യവസ്ഥ പ്രകാരം അത് തെറ്റ് തന്നെയാണ്.
പറഞ്ഞത്. അപ്പോൾ അതൊരു ഇപ്പം ഞാൻ ഇതിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഇപ്പം സൈറ്റുകൾ ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ സൈറ്റുകളെല്ലാം ബഹുമാനപ്പെട്ട കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലെല്ലാം തന്നെ ഇവരുടെ ന്യൂഡായിട്ടുള്ള വീഡിയോസുകൾ അല്ലെങ്കിൽ ഫോട്ടോസുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അശ്ലീലകരമായ കാര്യങ്ങളുള്ളത് എന്ന് ബോധ്യപ്പെടുത്തിയാണ് കോടതി ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് കോടതി അത്തരമൊരു കേസ് എടുക്കാനായിട്ട് കാരണമായത്. നമ്മൾ പലപ്പോഴും പല ആളുകളും പൊതുപ്രവർത്തനം നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ പൊതുപ്രവർത്തനം നടത്തുക എന്ന് പറയുന്നത് പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് പൊതുപ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശ്വേതാ മേനോനെതിരെ ഇത്തരത്തിലുള്ള ഒരു കേസ് എടുത്തുകൊണ്ട് ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് എന്താണ് പ്രയോജനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. അതായത് ഇത്തരത്തിലുള്ള അശ്ലീലം പ്രദർശിപ്പിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, സിനിമയിലുമുണ്ട്, അല്ലാതെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. നമുക്കറിയാം കേന്ദ്ര സർക്കാർ കഴിഞ്ഞിടയ്ക്ക് ഒരുപാട് പുതിയ ആപ്പുകളൊക്കെ നിരോധിച്ചു, ഒരുപാട് വെബ്സൈറ്റുകളും നിരോധിച്ചു. അതിനകത്തിലെല്ലാം ഈ അശ്ലീലം പ്രദർശിപ്പിക്കുന്ന വലിയ വലിയ വെബ്സൈറ്റുകളാണ്. നമുക്കറിയാം, നമ്മൾ ഹോളിവുഡിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടുത്തെ ശില്പ ഷെട്ടി എന്ന് പറഞ്ഞ നടിയുടെ ഭർത്താവ് രാജ് കുന്ദ്ര, അവരൊക്കെ വലിയ രീതിയിലുള്ള ഇത്തരത്തിലുള്ള പോൺ ഇൻഡസ്ട്രി ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന ആളുകളാണ്. അപ്പോൾ നമുക്കറിയാം അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപിന് ഒരു പോൺ ഇൻഡസ്ട്രി ഉള്ളതായിട്ട് നമുക്കറിയാം. അപ്പോൾ അതിനുവേണ്ടി പ്രത്യേക കെട്ടിടവും അതിനുവേണ്ടി പ്രത്യേകമായിട്ടുള്ള സജ്ജീകരണവും വലിയ വ്യവസായമായിട്ടാണ് അത് നടത്തിക്കൊണ്ട് വന്നത്. വിദേശ രാജ്യങ്ങളിലൊക്കെ അത്തരത്തിലുള്ള വ്യവസായങ്ങൾ ഇങ്ങനെ പച്ച പിടിച്ച് വലിയ രീതിയിൽ വരുന്നുണ്ട്. അതൊക്കെ നടത്തുന്നത് വലിയ വലിയ ബിസിനസ്സുകാരാണ്. അവർക്ക് വലിയ ബിസിനസ്സുകൾ, അറിയപ്പെടുന്ന ബിസിനസ്സുകൾ ഉണ്ട് എങ്കിലും ഇതിന്റെ സൈഡ് പിടിച്ച് ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾ ചെയ്ത് പോകുന്നുണ്ട്. അത് ഇന്ത്യയിൽ പല ആളുകളും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അത് കേരളത്തിലേക്കും വന്നിരിക്കുകയാണ്. ശ്വേതാ മേനോനെ ഇത്തരത്തിലുള്ള ഒരു കേസിൽ കൊടുക്കാൻ വേണ്ടി വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ ഈ പുരുഷന്മാരെ സംബന്ധിച്ച് ഒട്ടുമിക്ക പുരുഷന്മാരും ഇത്തരത്തിലുള്ള പീഡനങ്ങളുടെ ആരോപണത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ പുരുഷന്മാരായിട്ടുള്ള ആളുകളെല്ലാം ഇതിന്റെ പ്രസിഡന്റ് സ്ഥാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിന്നും മത്സരിക്കുന്നതിൽ മാറി നിൽക്കുകയാണ്. അപ്പോഴാണ് ശ്വേതാ മേനോനെ, അതായത് സ്ത്രീ എന്ന നിലയിൽ ശ്വേതാ മേനോനെ ആ ഒരു സ്ഥാനത്തേക്ക് മത്സരിപ്പിച്ച് വിജയിപ്പിച്ചെടുക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഈ അമ്മ മാറിയത്. ആ ഒരു സമയത്താണ് ശ്വേതാ മേനോനെതിരെ ഇത്തരത്തിലുള്ള കേസ് വരുന്നത്. നമുക്കറിയാം ബാബുരാജ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരത്തിലുള്ള സ്ത്രീപീഡനം എന്നുള്ള ആരോപണം നേരിടുകയും ഇങ്ങനെ മത്സരത്തിൽ നിന്നും പിന്മാറേണ്ട ഒരു അവസ്ഥ വരികയും ചെയ്തു. അപ്പോൾ ഇതിന്റെ പിന്നിൽ വലിയ ഗൂഢാലോചന ഉണ്ട് എന്നുള്ളതാണ് സിനിമാ വൃത്തങ്ങൾ പറയുന്നത്. എന്നാൽ ഈ പറഞ്ഞ പൊതുപ്രവർത്തനോട് മാധ്യമങ്ങൾ ചോദിച്ചു, ഇത്തരത്തിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള കേസ് കൊടുത്തത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ ഒരുപാട് കാലം മുമ്പേ ഇത്തരത്തിലുള്ള കേസ് കൊടുത്തിരുന്നു, എന്നാൽ പോലീസുകാർ കേസ് എടുത്തില്ല. ഇപ്പോഴാണ് കോടതി ഒരു കേസ് പരിഗണിക്കുക, ഇത്തരത്തിൽ കേസ് എടുക്കുവാൻ വേണ്ടി ഈ പറഞ്ഞ പോലീസുകാരടുത്ത് പറയുകയും അങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത് എന്നുള്ളതാണ്. ഈ ഒരു കേസ് വന്നതോടുകൂടി ഒരു കാര്യം ബോധ്യപ്പെട്ടു, സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ല. ആര് പൊതുവായ ഇടങ്ങളിൽ നഗ്നത പ്രദർശിപ്പിച്ചാലും ഇത്തരത്തിൽ കേസ് എടുക്കാൻ വേണ്ടിയുള്ള വകുപ്പ് നമ്മുടെ നിയമത്തിലുണ്ട് എന്നുള്ള കാര്യം. പ്രത്യേകിച്ച് പോലീസുകാരാണ് ഇത്തരത്തിലുള്ള ഒരു കേസ് എടുത്തത് എങ്കിൽ അതിനെ കളിയാക്കി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. എന്നാൽ കോടതി ഇത് ഇടപെട്ടിട്ടാണ് ഇത്തരത്തിലുള്ള കേസ് എടുക്കാൻ വേണ്ടി പോലീസിന് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അവിടെയാണ് ഇതിനകത്തിലെ പ്രാധാന്യത ഏറ്റവും കൂടുതലുള്ളത്, പ്രത്യേകിച്ച് ഈ വാർത്തയ്ക്ക് പ്രാധാന്യം വരുന്നത്. അതായത് കോടതി എന്തായാലും നിയമങ്ങളൊക്കെ കൃത്യമായിട്ട് അത് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശം കൊടുക്കത്തുള്ളൂ. വെറുതെ ഇങ്ങനെ ഏതെങ്കിലും ഒരു വാശിയുടെ പുറത്തോ അല്ലെങ്കിൽ ഒരു വിരോധത്തിന്റെ പുറത്തോ അല്ലെങ്കിൽ ആരുടെങ്കിലും പക തീർക്കുന്നതിന്റെ പേരിലൊന്നും കോടതി ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിക്കില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ പൊതുവിടങ്ങളിലൊക്കെ വന്ന് നഗ്നത പ്രദർശിപ്പിക്കുന്ന ഒരുപാട് നടിമാരും ഒരുപാട് സ്ത്രീകളും ഉണ്ട്. അവരൊക്കെ ഇനി സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിൽ ആർക്കെങ്കിലും ചെറുതായിട്ടൊന്ന് കുരുപൊട്ടി കൊണ്ടുവന്നൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വലിയ രീതിയിലുള്ള വകുപ്പുകൾ ഇട്ട് ജാമ്യം പോലും കിട്ടാത്ത വകുപ്പുകളാണ് ഇതിനകത്തുള്ളത്. പ്രത്യേകിച്ച് നഗ്നതാ പ്രദർശനം ഇതുപോലുള്ള കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജാമ്യം കിട്ടത്തില്ല. അപ്പോൾ അകത്ത് പോയി കിടക്കേണ്ട അവസ്ഥയുണ്ടാവും. അതുകൊണ്ട് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ ഇനി സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള കാര്യം എല്ലാ ആളുകൾക്കും ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. പോലീസ് ഈ ഒരു വിഷയത്തിൽ നടപടിയുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അനവധി കേസുകൾ ഇനി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്തിലെ തമാശയൊന്ന് ആലോചിക്കണം. ഇത്തരത്തിൽ ഇങ്ങനെ എല്ലാ ആളുകളും കൊണ്ടുവന്ന് കേസ് കൊടുക്കുകയും പോലീസ് നടപടി എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ജയിലുകളൊക്കെ നിറഞ്ഞ് കവിയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്രയ്ക്കധികം നഗ്നതാ പ്രദർശനം പല ആളുകളും പൊതുവേദിയിൽ നടത്തുന്നുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ സ്ത്രീ എന്നുള്ള പരിഗണന കൊടുത്തിട്ടാണ് പല ആളുകളും ഒന്നും തന്നെ മിണ്ടാത്തത്. അപ്പോൾ ഇത്തരത്തിലുള്ള IT വകുപ്പുകളൊക്കെ ചുമത്തി കഴിഞ്ഞാൽ ഇതൊക്കെയും ശിക്ഷാർഹമാണെന്നുള്ള കാര്യം പൊതുജനങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ചിന്തയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. വേറൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.